Hello guys, welcome to my new vlog, Pihu's birthday surprise vlog. അപ്പോൾ ഇന്ന് 17th May 2024, 17th May 2012 എനിക്കെൻ്റെ കുഞ്ഞുവാവനെ കിട്ടിയത്. എൻ്റെ അനിയത്തി കൊച്ച്, എൻ്റെ മോള്, എൻ്റെ പീഹു മോൾ. എനിക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ വാവേനെ എനിക്ക് കിട്ടിയത് ഈ ദിവസമാണ്. അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ചെയ്തത് കുറച്ച് സ്പെഷ്യലാണ്. അവളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നാളെ വെളുപ്പിന് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കും അവൾക്കും അവിടെ ഒരു ദിവസം പോയി സ്റ്റേ ചെയ്ത് ഹോട്ടലും ബുക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചുള്ള ട്രെയിനും ബുക്ക് ചെയ്ത് എല്ലാം സെറ്റാണ്. പക്ഷേ ഇത് അവൾക്ക് അറിയില്ല. ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും അറിയും. അവളുടെ വിചാരം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഞാൻ ഈ പ്രാവശ്യം ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബാംഗ്ലൂർ ട്രിപ്പ് പോവാണ്, ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെയാണ് പോണത്. ഇതൊക്കെ അവൾക്കറിയാം. അപ്പോൾ അവൾ വിചാരിച്ച് ഞാൻ അവൾക്കൊന്നും വാങ്ങിച്ചിട്ടില്ലാണ്. അവൾക്ക് ഇന്നലെ രാത്രി ഞങ്ങൾ നൈറ്റ് പോയി അവൾക്ക് കേക്ക് വാങ്ങി, ഡ്രസ്സ് വാങ്ങി, ബിരിയാണി വാങ്ങി. അതെല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോഴും ആൾ കാറിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഞാൻ പയ്യെ തൊട്ട് ഇപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ്. കാരണം ഞാൻ എന്താ ഒന്നും ചെയ്യാഞ്ഞെന്നാണ് അവളുടെ ഒരു വിഷമം. എന്തെങ്കിലും വാങ്ങിക്കായിരുന്നില്ലേ എന്നുള്ളൊരു വിഷമം. അപ്പോൾ ഉമ്മച്ചി പറയാം, ഇവൾക്ക് ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോകാനുണ്ടല്ലോ. ഉമ്മച്ചി അതിൻ്റെ ഇടയിൽ കൂടെ ഇവൾക്ക് ഓഫീസിൽ നിന്ന് ട്രിപ്പ് പോകാമല്ലോ ബാംഗ്ലൂർക്ക്, വാവക്ക് ഒന്നും വാങ്ങിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വാവ ശരിക്കും കരഞ്ഞ്, പീമോള് ശരിക്കും കരഞ്ഞ്. അവളുടെ ബർത്ത്ഡേ ഞാൻ മറക്കുമോ? എൻ്റെ ഈ ലോകത്ത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു ദിവസമാണ്. എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ഇന്നും ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എനിക്ക് എൻ്റെ പീഹുമോൾ എൻ്റെ കയ്യിലേക്ക് കിട്ടിയ ദിവസമാണ്. അതിന് എനിക്കൊരു കൺഫ്യൂഷൻ ഇല്ല. അതാണ് എൻ്റെ ഫേവറേറ്റ് ഡേ. ആ ദിവസമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലൈസ്മോൻ്റെയും ബർത്ത്ഡേ. അപ്പോൾ 2012 ഞാൻ അന്ന് രാവിലെ ലൈസ്മോനെ വിളിച്ച് വിഷൊക്കെ ചെയ്ത്, എന്നിട്ട് ഉമ്മച്ചീനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കുഞ്ഞാമുണ്ടായി. ഉമ്മച്ചിയും വിചാരിച്ചിട്ടില്ല, ഞാനും വിചാരിച്ചില്ല, ലൈസ്മോനും വിചാരിച്ചില്ല അന്ന് തന്നെ. അപ്പം അവളെ ഞാൻ സർപ്രൈസ് ചെയ്തിട്ടുള്ള അവള് വിഷമിക്കണ വീഡിയോ എല്ലാം ഇതിന് പുറകെ ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെയല്ല, അവൾക്ക് അത് സർപ്രൈസ് അല്ല, അവൾക്കത് കാണും. അവൾ അറിയുമ്പോ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ഇവരുടെ കൂടെയാണ് ഞാൻ ബാംഗ്ലൂർ പോകണമെന്ന് അവളോട് പറഞ്ഞേക്കണേ. അപ്പൊ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ എന്നെ ഇവരെല്ലാവരും എയർപോർട്ടിൽ കൊണ്ടുവിടുമ്പോഴാണ് അവളോട് ഞാനിത് റിവീൽ ചെയ്യാൻ പോണത്. ടിക്കറ്റ് കാണിച്ചിട്ടാണ് റിവീൽ ചെയ്യാൻ പോണത്. ടിക്കറ്റ് അല്ല, ഇന്നത് കാണിച്ചിട്ട്. അപ്പോൾ അപ്പോഴാണ് ഇവൾ അറിയണേ. അപ്പൊ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? അവൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യണില്ല. അത് നാളെ സന്തോഷിച്ചോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാം കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ അതായിരിക്കും അവള് ഇങ്ങനെ സർപ്രൈസ് ആയി പോണ കാര്യം. പക്ഷെ ടാസ്ക് എന്താന്ന് വെച്ചാൽ വെളുപ്പിന് 7 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 6 മണിക്ക് എന്തെങ്കിലും നമ്മൾ എയർപോർട്ടിൽ എത്തണം. അതിനൊരു 5 മണിക്കെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് എണീക്കണം. അത് ഞാൻ അവളെ എങ്ങനെ കുത്തിപ്പോക്കുന്നു. അത് നല്ല ഡ്രസ്സ് ഇരിക്കണം. അവൾ വിചാരിക്കും എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതും കൊണ്ട് എന്തെങ്കിലും ഇട്ടാൽ മതി എന്നല്ലേ. അവൾക്ക് ആ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറുമ്പോൾ ഇടാനായിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ട് ഒരു ഹൂഡി കോട്ട് സെറ്റ് ഉണ്ട്. അത് അവളെ കൊണ്ട് ഞാൻ ഇടിയിപ്പിക്കണം. ടാസ്കാ, നോക്കാം. എൻ്റെ ആഗ്രഹമാണ്, പ്ലീസ് പീഹു ഇട് പീഹു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എനിക്കൊരു ഫോട്ടോ അത് ഇട്ട് കാണാനാ പീഹു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. കേൾക്കും, എൻ്റെ കുഞ്ഞ് കേൾക്കും. അപ്പം നമുക്ക് അങ്ങനെ കാണാം. ഞാനൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്നുള്ള വിഷമം. അതാണ് പൈസ ഇല്ലാത്തതുകൊണ്ട്. താത്ത വാങ്ങിച്ചോ, ഇവക്ക് നമ്മളാരും മേടിച്ചു കൊടുക്കണില്ല. താത്ത വാങ്ങിച്ചു കൊടുക്കണതെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. അത് കിട്ടിയില്ല എന്നുള്ള വിഷമമാണ് ശരിക്കും ഉള്ളി കിടന്ന് ഇത്രയും ദിവസമായിട്ട് പറയണത്. എന്നോട് രഹസ്യമായിട്ട് ചോദിക്കുക, എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? തതക്ക് പൈസ ഇല്ലാത്തോണ്ടാണ്. തത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ പ്രാവശ്യം. തതക്ക് ട്രിപ്പ് ഉള്ളതുകൊണ്ടാണ്. തതക്ക് ട്രിപ്പ് ഉള്ളതുകൊണ്ടല്ലേടാ പൊന്നെ. കണ്ണും മനസ്സിലായി. തത ബാംഗ്ലൂരിൽ നിന്ന് എന്തെങ്കിലും വരുമ്പോ മേടിച്ചോണ്ട് വരാം. തതക്ക് ബാംഗ്ലൂർ ആവാൻ പൈസ ഉണ്ടല്ലോ. അങ്ങനെ എന്തിച്ചോ ആവാം.
പൊന്നെ താത്ത വിചാരിച്ചില്ല കുഞ്ഞിന് ഇത്ര വിഷമാവൂന്ന്. ഞാൻ വെച്ച് എന്നെ മനസ്സിലാക്കുമായിരിക്കും. സർപ്രൈസ് എന്നുള്ള ഐഡിയ എൻ്റെ ആയിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ പണി മൊത്തം എൻ്റെ തലയിലായി. അവൾ വെറുതെ കാർട്ടൂൺ കണ്ടിരിക്കണം, ഞാൻ ഇവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത്. കണ്ട ഗൈസ്, എൻ്റെ പൈതലാമേശ് രാവിലെ എണീറ്റ് എനിക്ക് വേണ്ടി. രാവിലെ ഒന്നും എണീക്കാറില്ല എൻ്റെ കുഞ്ഞാമ്മ. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി എണീച്ചതാണ്. അല്ലടി വാവേ. ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങൾ കൊച്ചി എയർപോർട്ടിലാണ്. എന്നെ ആക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് എൻ്റെ ഇഷ്ടമുള്ള ഡ്രസ്സും ഇട്ട് എൻ്റെ കുഞ്ഞുവാവ മാത്രമല്ല ഉമ്മയുണ്ട് വാപ്പയുണ്ട്. ഇങ്ങോട്ട് വാ അമ്മ. ഇതാണ് ഉമ്മ. ഇവരെല്ലാവരും എന്നെ യാത്രയാക്കാൻ വന്നേക്കണേ. എൻ്റെ പീഹുമോള് എൻ്റെ ബാഗൊക്കെ പിടിച്ച് നടക്കണം. ഓയ് ഉടുപ്പിടാൻ പഠിച്ച പാട്, രാവിലെ എണീപ്പിക്കാൻ വിട്ട പാട്. ഇനി ഇത് കാണിച്ചിട്ടാണ് ഞാൻ സർപ്രൈസ് റിവീൽ ചെയ്യാൻ പോണത്. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ പോകാൻ പോയാണ്. എൻ്റെ കൂടെ ഉള്ളവരാരും ഇതുവരെ എത്തിയില്ല. ഒട്ടും ടൈം റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ എല്ലാവരും ലേറ്റാണ്. പക്ഷെ എൻ്റെ കയ്യിലാണ് മൊത്തം ടിക്കറ്റ്. അതുകൊണ്ട് ഞാൻ കയറാൻ പോണേണ്. ഈ ടിക്കറ്റിൻ്റെ ഫ്രണ്ട് പേജിലുണ്ട് ഞങ്ങൾ പോണ എല്ലാവരുടെയും ലിസ്റ്റ്. അപ്പോൾ പീവ് ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കും ഓരോരുത്തരുടെയും പേര്, സീറ്റ് നമ്പറും. ഇങ്ങനെ വായിക്കാം, അടുത്തുള്ള വായിക്കാം. എൻ്റെ പേര് സീറ്റ് നമ്പറും വായിക്കും. മിസ് മിസ്ന സെലിൻബി 27B. എൻ്റെ കാണും. എന്തെങ്കിലും സംസാരിക്കേ പീഹു. ബിഗ് സർപ്രൈസ്. ഇതായിരുന്നു ബിഗ് സർപ്രൈസ്. എൻ്റെ പൊന്നെ, ബർത്ത്ഡേയുടെ സർപ്രൈസാണ് ഇത്താത്ത. ഞെട്ടിച്ചു കളഞ്ഞല്ലേ വാവേനെ. എൻ്റോടാ ചിരിച്ചേ പീഹുപ്പി, ചിരിച്ചേ. സന്തോഷമായില്ലേ? ബിഗ് സർപ്രൈസ് ആയിപ്പോയില്ലേ? തത എന്തൊക്കെയാ പറഞ്ഞു പറ്റിച്ചേ. തതൊരു പൈസ ഇല്ല, അതുകൊണ്ട് ഈ വർഷം ഇതൊന്നുമില്ല. ഓഫ് ചെയ്യട്ടെ ഇത്. അവരാരും വരൂല. ലിനോയും അങ്കിത എല്ലാവരും പീഹുവിൻ്റെ അടുത്ത് സർപ്രൈസ്. ബാംഗ്ലൂർ വരുമ്പോൾ എന്ത് കൊണ്ടുവരണം എന്നൊക്കെ ചോദിച്ച് ഞാൻ ഞങ്ങളുടെ പീഹുക്കുട്ടൻ. ആരെങ്കിലും ഉണ്ടോന്നറിയാൻ രണ്ടുപേരും മാത്രമേ. ഫ്ലൈറ്റിന് പോകുന്നു. പീഹുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര. ഹാപ്പി ഹാപ്പി പീഹു. ഓഫ് ചെയ്യട്ടെ? ഓഫ് ചെയ്യട്ടെ? ഹാപ്പി ആയാ? ഞങ്ങള് ബാംഗ്ലൂർ പോണേണ്. ബാംഗ്ലൂർ എയർപോർട്ട് നല്ലതാണെന്ന് അവള് പറയണേ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. താങ്ക് യു ഡി. ബോർഡിംഗ് ഗേറ്റ്സിലേക്ക് പോവാണ് ഗൈസ്. ടിക്കറ്റ് കാണിച്ച് നമ്മുടെ ഫ്ലൈറ്റ് കിടക്കുന്നു. വാ, അന്ന് ഫുൾ ഔട്ട്ഫിറ്റ് ഒന്ന് കാണട്ടെ. ഓ By drafts are located at all exits, except
പോലെ ഇറങ്ങുകയാണ് ഗൈസ്. സ്റ്റെയർ വഴി ഇറങ്ങി നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അയ്യോ ഞാനിതാകേട്ടാ രംഗണ്ണം കൊടുത്ത തരിശുഭൂമിയിലെ എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു ഗൈസ്, ബാംഗ്ലൂർ. ബസ്സിലാണ് അതാണ് ടാറ്റ. രത്തൻ ടാറ്റയുടെ അച്ഛനൊന്നും അതിനെ പൂപ്പൻ ദാദാബായി ടാറ്റ, ജഹാംഗീർ രത്തൻജി ദാദാബായി ടാറ്റ. ഞാൻ ടീച്ചേഴ്സിലാ. ഓക്കെ അടുത്തത് ഇപ്പൊ എയർ ഇന്ത്യയും ടാറ്റ വാങ്ങി. ഇതേതാണ് ഒറ്റക്കുള്ള ഫ്ലൈറ്റ്? എയർ ഇന്ത്യ വലിയ ഫ്ലൈറ്റ്. ഇതിലുണ്ടാവും ബിസിനസ് ക്ലാസ് ഇതൊക്കെ. ഞാൻ ബാംഗ്ലൂർ ചൂസ് ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കുറച്ച് അഫോർഡബിൾ ആണ്. 2, ഞാനും ബാംഗ്ലൂർ കണ്ടിട്ടില്ല. അപ്പോൾ കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ട് ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തെത്തി അകത്തേക്ക് കയറാൻ പോകണാണ്. ഇതുപോലെ ഫ്ലൈറ്റിൽ കയറാൻ ആഗ്രഹമുള്ളവർ, അതായത് ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിലൊന്ന് ഫ്ലൈറ്റിൽ കയറി എങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന്, ഒന്ന് പറക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് സേലം എയർപോർട്ടിലെ കൊച്ചിയിൽ ബാംഗ്ലൂരിൽ നിന്നും സേലത്തേക്ക് ഫ്ലൈറ്റുകളുണ്ട്. വെറും 500, 400, 600 രൂപയ്ക്ക് ഫ്ലൈറ്റ് റേറ്റ് ഒരാൾക്ക് ആവുന്നുള്ളൂ, ടിക്കറ്റ് റേറ്റ്. അതെടുത്തു, അങ്ങനെ വേണമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, എനിക്ക് കിട്ടിയ അറിവ് ഞാൻ കൂടി പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും ബാംഗ്ലൂർ എയർപോർട്ട് ഒരുമിച്ച് കാണാം. അയ്യോ ഇത് കൊള്ളാം, ശരിക്കും നല്ല രസം. വെൽക്കം ടു ബാംഗ്ലൂർ. സ്ക്രീൻ കണ്ട? ഓ സ്ക്രീനിൻ്റെ അടുത്തെത്തി. നല്ലൊരു പ്രത്യേക ഒരു ക്ലാസിക് ലുക്കല്ലേ എയർപോർട്ടിന്. ഇഷ്ടമായടാ വാവേ? ഇനി നമുക്ക് ഇറങ്ങാം, ബാ. ഊബർ വെയിറ്റ് ചെയ്തുള്ളിരിപ്പാ. എങ്ങടാ പോണ്ടേ? ഹോട്ടലിൽ പോയാൽ മതിയാ? ബാംഗ്ലൂർ പാലസ് ഉണ്ട്. എന്താ ഹിസ്റ്റോറിക് സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. കഴിക്കുക, കിടക്കുക, അത്രയൊക്കെ മതിയല്ലേ നമുക്ക്. ഞാൻ ലൊക്കേഷൻ മാറ്റാം. ഇതിൽ ഞാൻ പീഹുവിനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഗൈസ്. സം ബ്യൂട്ടിഫുൾ വിമൻ മോഡൽസ് ആണെന്ന് തോന്നുന്നു. ഇവരുടെ മേത്തൊരു ടാഗ് കിടപ്പുണ്ട്, ടാറ്റ IPLൻ്റെ. ക്രിക്കറ്റ് കാണാത്തതുകൊണ്ട് ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആണോ എന്ന് അറിയാൻ പോലും വയ്യ. ചിലപ്പോൾ വോളണ്ടിയേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ. അതായത് മുകളിൽ കാണാൻ നല്ല രസം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഊബർ പിടിക്കാനുള്ള പണിയിലായിരുന്നു നമ്മൾ. പക്ഷെ അത് നമ്മൾ വേണ്ടാന്ന് വെച്ച്. കാരണം കൊച്ചൊരാഗ്രഹം പറഞ്ഞു, ഇവിടെ വെൻഡീസിൽ കയറണം. അവിടെ വെൻഡീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടപ്പോൾ ഒക്കെ അവിടെ കയറണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ ഊബർ കുറച്ച് കഴിഞ്ഞ് പിടിക്കുക. എന്തായാലും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നമ്മുടെ ഇഷ്ടമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഊബർ പിടിക്കാം. ബാംഗ്ലൂരിൽ നമ്മുടെ ആദ്യത്തെ ഫുഡ്
ഇതാ ഞങ്ങളുടെ ഹോട്ടൽ, നർത്തകി ബുട്ടിക് ഹോട്ടൽ. ഹലോ, ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. റൂം കാണിച്ചു തരാം. എക്സിക്യൂട്ടീവ് റൂമാണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ എനിക്ക് ഈ ഏരിയയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വാഷ്റൂം എല്ലാം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആൻഡ് പ്രെറ്റി. ഞങ്ങൾക്ക് വലിയ പ്ലാനൊന്നുമില്ല, അവിടെ പോകണം ഇവിടെ പോകണം, അങ്ങനെ പ്ലാനൊന്നുമില്ല. അപ്പോൾ എവിടെ വേണേലും പോകാൻ ഞങ്ങൾ റെഡിയാണ്, എവിടെ വേണേലും പോവാതിരിക്കാനും ഞങ്ങൾ റെഡിയാണ്. വാ വാ, अरे वाह, हर कोई चाहे मुझसे मिलना अकेला, जिसको भी दे